ഇന്ത്യയിൽ 45 ഡിഗ്രി ചൂട് സാധാരണമാണ്. പക്ഷേ യൂറോപ്പിൽ 35 മുതൽ 40 ഡിഗ്രി വരെയുള്ള ചൂടിൽ ആയിരക്കണക്കിന് പേർ മരിച്ചു വീഴുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചൂടിന് ഇത്രയധികം വ്യത്യാസം അനുഭവപ്പെടുന്നത്? ഇന്ത്യയിലേതിനേക്കാൾ കുറഞ്ഞ ചൂടിന് യൂറോപ്പ് ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാം. ഈ വേനലിൽ ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ താപനില റെക്കോർഡ് ഭേദിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 21 മുതൽ ജൂലൈ ആദ്യം വരെ യൂറോപ്പിൽ ചൂട് കാരണം 2000-ലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജർമ്മനിയിൽ ട്രാം ട്രാക്കുകൾ ഉയരുകയും റോഡുകൾ പൊട്ടിപ്പിളരുകയും ചെയ്തു. എന്നാൽ ഇതേ താപനില തന്നെ ഇന്ത്യയിൽ അനുഭവപ്പെടാറുണ്ട്. അത് അസാധാരണമായൊരു താപനിലയല്ല. പക്ഷേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുമില്ല. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ചൂടിനോടുള്ള ശരീരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും പൊരുത്തപ്പെടൽ. ഇന്ത്യയിൽ വർഷം മുഴുവൻ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഫാൻ, AC, ജലലഭ്യത തുടങ്ങിയവ താരതമ്യേന കൂടുതലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പരമ്പരാഗതമായി തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും AC ഇല്ല. കല്ലും കോൺക്രീറ്റും കൂടുതലുള്ള കെട്ടിടങ്ങൾ ചൂട് പുറത്തുവിടാതെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നു. രണ്ടാമതായി, പെട്ടെന്നുള്ള താപനില വ്യതിയാനമാണ്. തണുത്ത കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ചൂടിലേക്ക് മാറുന്നത് ശരീരത്തിന് പൊരുത്തപ്പെടാനുള്ള സമയം നൽകുന്നില്ല. ഇത് പ്രായമായവരിലും ആരോഗ്യ പ്രശ്നമുള്ളവരിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി മൂന്നാമതായി, കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് പ്രധാന വില്ലൻ. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ യൂറോപ്പിലെ താപനില ഏകദേശം 2 ഡിഗ്രി ഉയർന്നതായി ലോക കാലാവസ്ഥാ സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ ചൂട് കൂടുന്ന ഭൂഖണ്ഡമായി അങ്ങനെ യൂറോപ്പ് മാറുന്നു. ഇന്ത്യക്കും ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യയിലുണ്ടായ കടുത്ത ചൂടിന് പിന്നാലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന പങ്കുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചൂട് കൂടുന്നത് ലോകമെമ്പാടും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നതെങ്കിലും അപകടം എല്ലായിടത്തും യാഥാർത്ഥ്യമാണ്. കരുതിയിരിക്കാം. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.